ഇന്ന് നമുക്ക് 2 വലിയ അയിലാണ് കേട്ടോ കിട്ടിയത്. നല്ല വലുപ്പമുണ്ട്. അപ്പോൾ അതൊക്കെ നല്ല വലുപ്പമുണ്ട് കേട്ടോ. അതിൻ്റെ മുകളിൽ തണുപ്പായത് കാരണം തൂളി ഉണ്ട് കേട്ടോ. നല്ല എന്താ മത്തി പോലെ തന്നെ തൂളി ഉണ്ട് കേട്ടോ. അപ്പോൾ അത് എന്താ ഇവിടെ കാടൻ അയില എന്നൊക്കെ പറയും ഇതിന്. അപ്പോൾ ഇത് തേങ്ങ അരച്ച് വെച്ചാലും മുളകിട്ടാലൊക്കെ അടിപൊളിയല്ലേ. ഇനി ഞാനിതൊന്ന് ക്ലീൻ ചെയ്തിട്ടെടുക്കാം കേട്ടോ. അടുത്ത മറ്റേ മീൻ കിളിമീൻ എന്ന് പറയും. നമ്മളിവിടെ പുയ്യാപ്പിളക്കോര കേട്ടോ പറയൽ. നിങ്ങളുടെ നാട്ടിൽ എന്ത് പറയുകയെന്ന് എനിക്കറിയില്ല. പേരെന്താ പറയുകയെന്ന് വെച്ചാൽ ഒന്ന് കമൻ്റായിട്ടൊന്ന് അറിയിക്കണേ. അപ്പോൾ കിളിമീൻ ഇതേപോലെയാണ് ഞാൻ ക്ലീൻ ചെയ്യൽ. അതിൻ്റെ എന്താ 2 ഭാഗം ഒന്ന് ക്ലീനാക്കി കൊടുക്കും. എന്താ ഈ ചിറകും കാര്യങ്ങളൊക്കെ ഇല്ലേ, അതൊന്ന് നല്ലോണം ക്ലീനാക്കി കൊടുക്കും. അല്ലെങ്കിൽ മുള്ളു കുടുങ്ങും കേട്ടോ. നമ്മൾ തൂളി പോക്കുന്ന സമയത്ത് 2 ഭാഗത്തുള്ള ചിറകൊക്കെ അങ്ങ് വെട്ടിക്കളഞ്ഞാൽ പിന്നെ എളുപ്പമാവും. ഇതിൻ്റെ തൂളി എന്ന് പറഞ്ഞാൽ ചതമ്പില്ല കേട്ടോ. അതൊന്ന് ക്ലീനാക്കി എടുക്കാൻ. അപ്പോൾ ഇതേപോലെ ഒന്ന് ക്ലീനാക്കി എടുക്കുന്നുണ്ട്. പുയ്യാപ്പിളക്കോരൻ്റെ ഈ സൈഡ് ഭാഗത്തുള്ള എന്താ ചെളുക്ക പോലത്തെ അതൊക്കെ ഒന്ന് കട്ടാക്കി കൊടുക്കുക. പിന്നെ വയറ് ഭാഗം ഒന്ന് ക്ലീനാക്കി കൊടുക്കുന്നുണ്ട്. ഇതേപോലെയാണ് ഞാൻ ക്ലീനാക്കി എടുക്കൽ കേട്ടോ. എളുപ്പമാവും. അപ്പോൾ ഇതാ അയിലൊന്ന് ക്ലീനാക്കി എടുക്കട്ടെ. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ ഇതിന് നല്ല തൂളി ഉണ്ടെന്ന്. അപ്പോൾ ഇത് ഒരയിലക്കാണ് കേട്ടോ നല്ല തൂളി. ഒരയിലക്ക് തൂളി കുറവാണ്. അപ്പോൾ ഇതേപോലെ ഒന്ന് നല്ലോണം ഒന്ന് പരണ്ടി പോക്കുന്നുണ്ട്. നല്ല വലുപ്പമുണ്ട് കേട്ടോ ഈ ഒരു അയില. ശരിക്കും ഇത് ബിരിയാണിയൊക്കെ വെക്കാൻ പറ്റിയ ഒരു അയിലാണ് കേട്ടോ. ഇത് നിറയ്ക്കാനും ഒക്കെ പറ്റിയ ഒരു അയിലാണ്. കുറേ കാലത്തിനെടുക്കാണ് കേട്ടോ ഇപ്പോൾ ഇങ്ങനത്തെ ഒരു അയില കാണുന്നത്. ഇപ്പോൾ ഇതാ സൈഡ് ഭാഗമൊക്കെ ഒന്ന് ക്ലീനാക്കി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനിയിപ്പോൾ ഇതാ ഈ ഒരു ഭാഗം ഇതേപോലെ കട്ടാക്കിയിട്ട് വയറ് ഭാഗം ഒന്ന് കീറി കൊടുക്കുന്നുണ്ട്. എന്നിട്ട് വയറ്റിലെ എല്ലാ സാമഗ്രികളും ഒന്ന് ക്ലീനാക്കി കൊടുക്കുക. ഞാൻ ആദ്യം തന്നെ ഒരു കാര്യം പറയട്ടെ. നിങ്ങൾ മറന്നു പോകാണ്ട് എൻ്റെ വീഡിയോക്ക് ഒന്ന് ലൈക്ക് അടിച്ചേക്കണേ. മറന്നു പോകുമെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ ഞാൻ പറയുന്നത്. ഇപ്പം തന്നെ ഒരു ലൈക്ക് അടിച്ചേക്ക്. ഇണറുള്ള ഞാൻ ശ്രദ്ധിച്ചിട്ടില്ല അതിനോട്ടോ. ഇണർ ഞാൻ ഇത് കത്രി കൊണ്ട് വെട്ടുന്ന സമയത്ത് പൊട്ടിപ്പോയി കേട്ടോ. അപ്പോൾ അതെടുത്ത് ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട്. ഇപ്പോൾ തലഭാഗത്തുള്ള ഈ പൂവും കാര്യങ്ങളൊക്കെ എടുത്ത് ഒഴിവാക്കാൻ നിൽക്കുക. ഇനിയിപ്പോൾ ഇതാ ഈ ഒരു 2 ഭാഗം ഒന്ന് ഇതേപോലെ ഒന്ന് കട്ടാക്കി കൊടുക്കുന്നുണ്ട്. അപ്പോൾ നല്ലൊരു ഇല ഒന്ന് കാണാൻ. ഇനി ഇതിൻ്റെ കുടലിൻ്റെ ഉള്ളിലത്തെ ഈ ഒരു കറുത്ത ഒരു പാട പോലത്തെ സംഭവമില്ലേ, അതൊന്ന് ക്ലീനാക്കി കൊടുക്കണം. അല്ലെങ്കിൽ നമ്മളെ ശരീരഭാഗത്ത് നിന്ന് ചൊറിച്ചൽ വരും എന്ന് പറയുന്നതൊക്കെ. ഇനിയിപ്പോൾ നമ്മളെ മീനൊക്കെ കട്ടാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇതേപോലെ ഞാൻ കട്ട് ചെയ്ത് കൊടുക്കട്ടെ. ചെറിയ ചെറിയ പീസാക്കി ഇത് ആക്കി കൊടുക്കട്ടെ. ഇതിപ്പോൾ കറിയിലേക്കാണ് കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് അടിക്കാൻ മറന്നു പോകരുത്. ലൈക്ക് അടിച്ചിട്ടില്ല കേട്ടോ. ഇന്നലെ ആരും വീഡിയോ കാണുകയല്ലാണ്ട് ആരും ലൈക്ക് അടിക്കുന്നില്ലേ.